അനുഗ്രഹീതമായി വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് വിശേഷമായി നന്ദി പറയുന്നു. റിവൈവൽ ജനറേഷൻ ചർച്ച് കൊളംബസ് ഇവിടെയുള്ള വിശ്വാസികളോടും ദൈവമക്കളോടും ചേർന്ന് ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ വചനത്തിൽ നിന്ന് ദൈവം നൽകിയ അവസരത്തിന് നന്ദി പറയുന്നു. എന്റെ വിഷയം ആത്മീക അപജയം എന്നുള്ളതാണ്. നമ്മുടെ പിതാക്കന്മാർ കേരളക്കരയിൽ വളരെ അതിമനോഹരമായി പടുത്തുയർത്തിയതൊന്നാണ് വിശ്വാസമെന്ന മഹത്വപൂർണമായ ജീവിതം. ആ കാലഘട്ടങ്ങളിൽ വലിയ സമ്പത്തോ വലിയ വിദ്യാഭ്യാസമോ സമൂഹത്തിൽ വലിയ അംഗീകാരമോ ഒന്നും ലഭിക്കാതിരുന്ന ആ പ്രിയപ്പെട്ടവർ അവരെ വിളിച്ച വേർതിരിച്ച ജീവനുള്ള ദൈവമെന്ന ഏക പ്രത്യാശയിൽ ആ ജീവനുള്ള ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലായ്മേ യാത്ര തുടരപ്പെട്ടവരാണ്. അവരുടെ പിൻതലമുറക്കാരായ നാം ഏവരും ഇന്ന് വന്നെത്തി നിൽക്കുന്നത് ഒരു വലിയ ലോകത്തിൽ അവരാരും കണ്ടിട്ടില്ലാത്ത ഒത്തിരി ടെക്നോളജികളും ഒത്തിരി വളർച്ചകളും ഒത്തിരി സമ്പന്നതയുടെ വലിയ അനുഭവങ്ങളും അനുഭവിക്കുന്നവരുടെ ചെറുമക്കളും ഇപ്പോൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരും ഏവരും ഒരു സമ്പൽ സമൃദ്ധിയുടെ അനുഭവം മാത്രം കണ്ട് യാത്ര ചെയ്യുന്നവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അപജയം നമുക്ക് ലഭ്യമായ അഭിവൃദ്ധിയും സമൃദ്ധിയുമാണ്. സമൃദ്ധി തെറ്റാണെന്നല്ല ഞാൻ സ്ഥാപിക്കുന്നത്. സമൃദ്ധി അനുഗ്രഹമാണ്. ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ദൈവങ്ങളോടുള്ള ബന്ധത്തിൽ സമൃദ്ധി ഒരാവശ്യമാണ്. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവൻ തരുവാൻ, അതും സമൃദ്ധിയായ ജീവൻ. അത് ആത്മീക ജീവനെ കുറിച്ച് ഉദ്ദേശിക്കുന്നതെങ്കിലും ഭൗതിക ജീവിതത്തിന്റെ വളർച്ചയാണ് മനുഷ്യനിലെ സ്നേഹത്തിന്റെ കുറവുകൾക്ക് കാരണമായി മാറിയിരിക്കുന്നത്. ഇന്ന് നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ആ മേഖലകളെ കുറിച്ച് ശ്രദ്ധിച്ചാൽ 2 തീമോത്തിയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിച്ച ഈ കാലഘട്ടത്തെ ഫോക്കസ് ചെയ്ത് അപ്പോസ്തലൻ എഴുതപ്പെട്ട ഒരു മനോഹര ലേഖനമാണ്. ഏറ്റവും വലിയ അപജയം നമ്മളിൽ സംഭവിച്ചത് സമ്പന്നത എന്ന ആ വലിയ അനുഭവം നമുക്ക് ലഭ്യമായതിനെ അത് ദൈവം തന്നു എന്നുള്ള ആ വിശ്വാസമോ ചിന്തയോ ഇല്ലാതെ നമ്മുടെ ജീവിതം മറ്റൊരു തലത്തിൽ ഒന്നിലേക്ക് മറ്റൊരാളെക്കാൾ വലുതെന്നുള്ള നിലകളിലേക്ക്, സ്നേഹമില്ലായ്മ, സഹോദര്യ ബന്ധമില്ലായ്മ, സഭകളിൽ നോക്കിയാൽ തന്നെ ഒന്നിനോട് മത്സരമാണ്, കിടപിടിക്കുകയാണ്. ഞാനാണ് വലിയവൻ. കുഞ്ഞുങ്ങളിൽ വരെ ആ ഒരു പ്രക്രിയ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതിന് കാരണം മറ്റൊന്നല്ല, നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ ആത്മിക ശൂന്യതയ്ക്ക് കാരണം മുതിർന്നവരായിരിക്കുന്നവരിൽ കാണപ്പെടുന്ന ദൈവത്തോടുള്ള അടുപ്പക്കുറവും അതിനേക്കാൾ ഉപരി ദൈവത്തോട് നന്ദിയില്ലാത്ത ഒരു ജീവിതത്തിന്റെ അനുഭവങ്ങൾ അവരുടെ വാക്കില്, പ്രവൃത്തിയില്. ആ വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ സ്വസ്നേഹികളായി മാറും. സ്വന്തത്തിലുള്ളവരെ, സ്വന്തത്തെ മാത്രം സ്നേഹിക്കുകയും ആ നിലകളിലുള്ള ഒരു സ്വസ്നേഹത്തിലേക്ക് വളരുകയും സമൂഹത്തോടും സാമൂഹിക രംഗങ്ങളോടും യാതൊരു കടമയും പ്രതിബദ്ധതയും, ഈവൻ അപ്പനമ്മമാർ കഷ്ടത്തിൽ, പ്രതിസന്ധിയിൽ, പ്രതികൂലത്തിൽ അവരുടെ സന്തോഷ ദിനങ്ങൾ, എത്രയോ സന്തോഷിക്കേണ്ട സന്ദർഭങ്ങൾ, ദിവസങ്ങൾ, ദിനങ്ങൾ, രാത്രികൾ, അതൊക്കെ തലമുറകൾക്ക് വേണ്ടി മാറ്റിവെച്ച് തലമുറകളോടുള്ള ബന്ധത്തിൽ അവരുടെ ഉന്നതിയും ഉയർച്ചയും ആ നല്ല വിദ്യാഭ്യാസവും സമൂഹത്തിൽ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണമെന്നുള്ള ആ വലിയ താല്പര്യത്തോടെ കഷ്ടതയിൽ കൂടെ വളർത്തിയെടുത്ത മാതാപിതാക്കളുടെ പ്രയത്നത്താൽ അവരനുഭവിക്കേണ്ട സുഖ സൗകര്യങ്ങളെയൊക്കെ ബലിയർപ്പിച്ച് അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് തലമുറകളുടെ നല്ല ദിനങ്ങളെ കാത്ത് നല്ല അനുഭവങ്ങളെ ഉദ്ദേശിച്ച് അവർക്ക് വേണ്ടി അധ്വാനിച്ച യാതൊരു നിമിഷങ്ങളും യാതൊരു നിലകളിലും ഉൾക്കൊള്ളാതെ അമ്മയപ്പന്മാരെ അനുസരിക്കാതെ ഓൾഡ് ഏജ് ഹോമുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മാതാപിതാക്കൾ
കൈക്കുമ്പിളിൽ സ്നേഹത്തോടെ മാറോട് ചേർന്ന് അവരുടെ ക്ഷീണവും രോഗവും ക്ലേശവും ഉറക്കളപ്പും ഒന്നും വകവയ്ക്കാതെ തലമുറകൾക്ക് വേണ്ടി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച മാതാപിതാക്കളെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഓൾഡ് ഏജ് ഹോമിലേക്കും മറ്റിതരമായ മറ്റ് മേഖലകളിലേക്ക് തള്ളിക്കളയുന്ന ഒരു പ്രത്യേക പ്രക്രിയ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രിയരെ, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് വിശദീകരിക്കുവാൻ കഴിയുന്നില്ല. ഒരു കാര്യം ഓർക്കുക, നമ്മിൽ സംഭവിച്ചിരിക്കുന്ന ആത്മിക അപജയത്തിന് കാരണം മറ്റൊന്നല്ല, നാം സ്വസ്നേഹികളായി മാറിപ്പോയി. ആ സ്വന്തം സ്നേഹത്തിന് സ്വാർത്ഥരായി മാറിപ്പോയി. മറ്റുള്ളവരെ കുറിച്ച് കരുതുവാൻ, മാതാപിതാക്കളെ സ്നേഹിപ്പാൻ, മാതാപിതാക്കളുടെ അനുസരിപ്പാൻ, അവര് പറഞ്ഞു തരുന്ന നല്ല വാക്കുകളൊക്കെ ഒരു 10-30 വർഷങ്ങൾക്ക് ബാക്കിൽ താമസിക്കുന്ന ഒരു പഴയകാല അനുഭവങ്ങൾ ഉള്ളവരാണ്. അവർക്കൊരു പുതുമയില്ല, അറിവില്ല. ആ നിലകളിലേക്ക് അവരുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞു ഒരു പുതിയ ജനറേഷൻ, ഒരു പുതിയ ടെക്നോളജി, പുതിയ അനുഭവത്തിൽ കൂടെ യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ, തിരിച്ചടി കൊടുക്കാതെ, ആത്മമണ്ഡലങ്ങളിൽ അവരാത്മിക ദൈവത്തോടടുക്കാതെ, അതിന്റെ ആവശ്യം അവർക്കില്ല. പിതാക്കന്മാർ നൈറ്റ് ഡ്യൂട്ടി ചെയ്തു, കഷ്ടപ്പെട്ടു, മണിക്കൂറുകൾ ജോലികളിൽ അവര് ജോലികളിലായി. ആ നിലകളിലൊക്കെ അവരുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി അവരെ തന്നെ നോക്കാതെ തലമുറകൾ ഉയർച്ചയ്ക്ക് വേണ്ടി പോകുമ്പോൾ അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ സമ്പത്ത്, സമൃദ്ധി, വാഹനം, ചുറ്റുപാടുകൾ, എല്ലാ സൗകര്യങ്ങളും അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. എന്നാൽ ഇതിന്റെ പിൻപിലുള്ള എഫക്ട്, ഇതിന്റെ പിൻപിൽ കഷ്ടം സഹിച്ച ആ വിഷയങ്ങളെ കുറിച്ച് ഓർക്കുവാനോ പഠിപ്പിക്കുവാനോ നമ്മുടെ സഭകളിൽ, നമ്മുടെ സമൂഹത്തിൽ ആ തലത്തിലുള്ള ഐക്യവും സ്നേഹവും ദൈവത്തെ ആശ്രയത്തോടെ അടുപ്പിക്കുവാനുള്ള അനുഭവങ്ങളും ഇല്ലായ്മയാൽ അനേക ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾ ആത്മമണ്ഡലം വിട്ട്, ദൈവാശ്രയം വിട്ട്, മയക്കുമരുന്നിനും മദ്യത്തിനും മറ്റിതര ലഹരി അടിമകളായി ലോക മനുഷ്യരെ പോലെ നീങ്ങുന്ന ഈ പ്രത്യേക കാലയളവ് ഏതിനെ സൂചിപ്പിക്കുന്നു? ഇത് അന്ത്യകാലമാണ്, ദുർഘട സമയമാണ്. അതുകൊണ്ട് പ്രിയരെ, നമുക്ക് മടങ്ങി വരാം, ദൈവകൃപയിലേക്ക് അടുത്തു വരാം. ദൈവത്തിലുള്ള ആശ്രയത്തിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ തകർന്നുപോയ, പരാജയപ്പെട്ടു പോയ ആത്മമണ്ഡലത്തെ പണിതെടുക്കാൻ കഴിയും. ആ ആത്മമണ്ഡലം പണിതെടുത്ത് സുരക്ഷിതാപൂർണമായ ദൈവം വിഭാവനം ചെയ്ത സമൃദ്ധിയുടെ ജീവൻ, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ ജീവൻ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരാത്മിക അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയൂ. ആയതിനു വേണ്ടി ദൈവത്തോട് അടുക്കുക, അമ്മേന്മാരെ അനുസരിക്കുക, ലോകത്തിന്റെ അനുഭവങ്ങളിലുള്ള ആ ലോകസ്നേഹം, ആ സ്വാർത്ഥതയുടെ അനുഭവങ്ങൾ വെടിഞ്ഞ് നടത്തിയ ദൈവം ഒന്നുമില്ലായ്മയിൽ കൊണ്ടുവന്ന ദൈവത്തോടുള്ള ആ ഭയഭക്തിയോടെ ജീവിപ്പാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രത്യേക ആശംസയോട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് ഓൾ.